അസ്സലാമു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലുബ്നാസ് ക്ലൗഡ്. ഇറ്റ്സ് മീ ലുബ്ന. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമുക്ക് ഗാന്ധി ജയന്തിക്ക് കുട്ടികൾക്കൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുള്ള, അവർക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഒരു പേപ്പർ കൊണ്ടുള്ളൊരു ചർക്കയാണ്. നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതുപോലുള്ള പഴയ ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ഇതുപോലെ വേസ്റ്റ് ആയിട്ടുള്ള പരസ്യത്തിനോ അങ്ങനെയൊക്കെയുള്ള പേപ്പറുകളൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കീപ് വാച്ചിങ്. ഫസ്റ്റ് പേപ്പർ ഈ ഒരു ഷേപ്പിലായിട്ട് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതുപോലുള്ള സ്ക്വയറിലോ അങ്ങനെയുള്ള എന്തെങ്കിലും സ്റ്റിക്ക് ഉണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഇതുപോലെ റോൾ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ലാസ്റ്റ് വൈറ്റ് ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു 9 സ്റ്റിക്ക് ഞാൻ ഇതുപോലെ പേപ്പർ കൊണ്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് യൂസ് ചെയ്തിട്ട് നമുക്ക് ചർക്ക ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് റൗണ്ട് ഷേപ്പിലുള്ള ഇതുപോലെ എന്തെങ്കിലും ബോട്ടിലിൻ്റെ ഒക്കെ മൂടി യൂസ് ചെയ്തിട്ട് നമുക്കതൊന്ന് റൗണ്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അത് ആണ് നമുക്ക് ഫസ്റ്റായിട്ട് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ മൂടിൻ്റെ മുകളിൽ കൂടെ അത് ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ എടുത്ത ഈ ഒരു ബ്ലാക്ക് മൂടി എൻ്റെ ആ ഒരു വലുപ്പമുള്ളതാട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ മൂടിയെടുത്ത് ചെയ്ത് നോക്കിയതായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ഒരു മൂടിയാണ് നമുക്കിപ്പോൾ ആവശ്യമായിട്ടുള്ളത്. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല കറക്റ്റ് സർക്കിളായിട്ട് ഇത് നമുക്ക് ബെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള റൗണ്ടിലുള്ള എന്തെങ്കിലും യൂസ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്കിത് വൈറ്റ് ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു റിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലുള്ളൊരു പെന്നറ്റാൻ വെച്ചിട്ട് നമുക്ക് ചെറിയൊരു റൗണ്ടാണ് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ അത് നമുക്ക് പെന്ന് യൂസ് ചെയ്തിട്ടൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഫസ്റ്റ് നമുക്ക് ആദ്യം ഒന്ന് വൈറ്റ് ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അതൊന്ന് അവിടെ സ്റ്റിക്കായി കിടക്കാൻ വേണ്ടി. എന്നിട്ട് നമുക്കിതിങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമുക്ക് ഒന്ന് നന്നായിട്ട് റൗണ്ട് ചെയ്യാം. ഈ ഒരു സ്റ്റിക്ക് ഫുള്ളായിട്ട് ഞാനിങ്ങനെ റൗണ്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് റൗണ്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ ഒരു വൈറ്റ് ഗ്ലൂ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കവിടെ സ്റ്റിക്കായി കിട്ടാൻ വേണ്ടി. ഇത് കുറച്ചൊരു ചെറിയ റൗണ്ട് ആയതുകൊണ്ട് അത് ബെൻഡ് ചെയ്ത് വരാൻ കുറച്ച് അവിടെ സ്റ്റിക്കായി കിടക്കാൻ കുറച്ച് പണിയുണ്ട്. ഒന്നാമത് വൈറ്റ് ഗ്ലൂ ആയതുകൊണ്ട് വൈറ്റ് ഗ്ലൂ ടൈം എടുക്കുമല്ലോ അത് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം കുറച്ചൊരു നമ്മൾ നന്നായിട്ടൊന്ന് പ്രഷർ ചെയ്ത് പിടിക്കണം. എങ്കിലാണ് നമുക്ക് ആ ഒരു കറക്റ്റ് റൗണ്ട് നല്ലൊരു ഷേപ്പിൽ കിട്ടുന്നുള്ളൂ. അങ്ങനെ 2 സൈസിലുള്ള പെന്ന് യൂസ് ചെയ്തിട്ട് 2 സൈസിൽ തന്നെ ഇതുപോലെ 2 ചെറിയ റൗണ്ടും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചർക്ക സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു വീലാണ് വേണ്ടത്. നമുക്ക് ഈ ഒരു പേപ്പർ റോൾ വെച്ചിട്ടൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചർക്കൻ്റെ ഒരു സൈഡിലെ വീല് നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഡിസ്റ്റൻസ് ജസ്റ്റ് ഇതൊന്ന് വെച്ച് നോക്കുക, ചർക്കൻ്റെ ആ ഒരു ഡിസ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കതിൻ്റെ ബേസ് ഇതുപോലെ പേപ്പർ ഈ റോള് വെച്ചിട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ 4 ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് വൈറ്റ് ഗ്ലൂ യൂസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഡ്രൈ ആകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ബാക്കി പ്രോസസ്സ് ചെയ്യാം.
ഇതിൽ ഞാൻ ബേസിൽ ഒട്ടിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഇതൊന്ന് ജസ്റ്റ് ഓരോ സാധനങ്ങൾ വെച്ച് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തൊരു സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവിടെ സ്റ്റിക്ക് ചെയ്ത് കിടക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ വെച്ചതിന് ശേഷം നമ്മൾ അതിനനുസരിച്ച് വൈറ്റ് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മുടെ ശർക്കരയുടെ ആ ഒരു ബേസ് ഞാനിവിടെ സ്റ്റിക്ക് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് പണിയും കൂടെ ഉണ്ട്, അതും കൂടെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇത് ഇവിടെ സ്റ്റിക്കായി വന്നതുകൊണ്ട് ഇനി ഗ്ലൂ ഗൺ യൂസ് ചെയ്താലും കുഴപ്പമില്ല. ഇനി നമുക്ക് സ്റ്റിക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്യുന്ന സമയത്ത് അപ്പോൾ നമ്മൾ ശർക്കരൻ്റെ ഒരുവിധം ഒക്കെ നമ്മൾ ഈ ഒരു വൈറ്റ് പേപ്പർ അല്ലെങ്കിൽ വേസ്റ്റ് പേപ്പർ യൂസ് ചെയ്ത് ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പേപ്പേഴ്സ് യൂസ് ചെയ്ത് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ത്രെഡ് ഒന്ന് സെറ്റ് ചെയ്യാനാണുള്ളത്. അപ്പോൾ നിങ്ങളടുത്ത് കട്ടിയുള്ള ഇതുപോലെ ത്രെഡ് ഉണ്ടെങ്കിൽ ഇത് 2-3 റോളാക്കിയിട്ട് ഇതുപോലെ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഗാന്ധി ജയന്തിക്കൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയൊരു ക്രാഫ്റ്റ് ഐഡിയ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു വേസ്റ്റ് ഐറ്റംസ് വെച്ചിട്ടുള്ളൊരു ചർക്ക റെഡിയാക്കി എടുത്തു. അപ്പോൾ സ്കൂളിലേക്കൊക്കെ കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ഐഡിയ ആണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.